ഇന്നലെ രാത്രിയിലത്തെ ലൈവ് സർവീസ് മിസ് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് വീണ്ടും അതെടുത്ത് കാണാം. നിങ്ങളുടെ ലൈഫിന് അത് ഭയങ്കര ബ്ലെസ്സിങ് ആകട്ടെ. മറ്റുള്ള എല്ലാ മെസ്സേജുകളെക്കാളും അധികം ഒത്തിരി റെസ്പോൺസ് ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. വിശേഷാൽ കൊട്ടാരക്കര സഭയിലുള്ളവർ, എറണാകുളം ചർച്ചിലുള്ളവർ, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോട്ടയം സഭകളിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെയാണ്. ലോകമെമ്പാടുമുള്ള എൽഷദായിലെ ഒരുപാട് ദൈവമക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. ഫാസ്റ്റ് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു ആത്മീക മർമ്മമാണ്. എല്ലാവർക്കും അത് അറിയത്തില്ല. യേശു കർത്താവ് ഒരിക്കൽ ഒരു ഭൂതഗ്രസ്തനായ കുഞ്ഞിനെ, ഒരു പൈശാചിക ശക്തിയാൽ പിടിക്കപ്പെട്ട കുഞ്ഞിനെ, ഒരു ചെറുപ്പക്കാരനെ വിടുവിച്ച് ആ ഡീമണിനെ പുറത്താക്കി കഴിഞ്ഞു. അത് നിലത്ത് അവനെ വലിച്ചഴച്ചു കൊണ്ടുപോയി, മരിച്ചവനെ പോലെയായി. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കി വിട്ടതിന് ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കർത്താവെ, ഞങ്ങളുടെ അടുക്കലും ഈ അപ്പൻ ഈ കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. ഞങ്ങളെയും കൊണ്ട് ആ പൈതലിനെ സുഖപ്പെടുത്താനോ അവൻ്റെ ഡീമൺസിനെ പുറത്താക്കാനോ പറ്റിയില്ല. എന്താണ് അതിൻ്റെ കാരണം? യേശു ക്രിസ്തു അവിടെ പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകത്തില്ല. പൈശാചിക മണ്ഡലങ്ങളിലും ഇരുളിൻ്റെ വ്യാപാരങ്ങളിലും എതിർക്കുന്ന എതിർപ്പുകളിലും നമുക്ക് വിരോധമായി ഉയരുന്ന തിന്മകളിലും നമുക്കൊരു ജയമുണ്ടാകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, രഹസ്യത്തിൽ കാണുന്ന തൻ്റെ പിതാവിനോട് അറയിൽ കിടന്ന് വാതിലടച്ച് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവൻ രഹസ്യത്തിൽ പ്രതിഫലം കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നാളത്തെ സർവീസിൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. ഇന്ന് നമ്മൾ ഒന്നിച്ച് കണ്ണുകളെ അടയ്ക്കുന്നു. ലോകമെമ്പാടും വ്യാധികളാലും പ്രശ്ന ദുരിതങ്ങളാലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു വലിയ ദൈവിക സമാധാനം ലോകത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മാറി വലിയൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്യാത്ത കർത്താവ്, ആ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പരിശുദ്ധ ആത്മാവേ, എൻ്റെ മുറിയിലേക്ക്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേ. എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അതരങ്ങളെ തുറന്ന കർത്താവിനോട് പറഞ്ഞ് എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. ഉപവസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന്, ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു,
ഉച്ചത്തിൽ നിന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലണച്ചു കുമ്പിടുന്നു. Welcome you, Holy Spirit of God. I thank you for your wonderful presence, Jesus. I give you the praise. I give you the glory and honor to your holy name, Jesus. Come on, let us pray everyone. ഈ ഓൺലൈനിൽ ലൈവായിട്ട് എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അന്യഭാഷയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഭിഷേകം പ്രാപിച്ചവരെല്ലാവരും, ഭവനങ്ങളിലായിരിക്കുന്നവരെല്ലാവരും അധരങ്ങളെ തുറന്ന് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. ദൈവമക്കളെ, ഇനിയും ഒരു കർത്തൃദാസൻ പറയണമോ നിങ്ങളോട് സ്തുതിക്കുവാൻ? ഇനിയും പറയണമോ പ്രാർത്ഥിക്കുവാൻ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. I give you the praise, Lord. ഈ രാത്രിയിൽ ഞങ്ങൾ നിലനിൽക്കുന്നത് നിന്റെ കൃപയാല കർത്താവേ. ഞങ്ങളെ നടത്തുന്ന അദൃശ്യനായ അത്ഭുതവാനായ ദൈവമേ, ക്ഷാമകാലത്തും ഞങ്ങളെ ക്ഷേമമായി പോറ്റുന്നവനായ ദൈവമേ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്ന കർത്താവേ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരത്തെ കൊടുക്കുന്ന ദൈവമേ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. I praise your holy name, Lord. ഒരായിരിക്കുന്ന മുറികളിൽ, സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നലെ രാത്രിയിലും ഈ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും നാം പഠിക്കുകയായിരുന്നു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത്, നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിച്ചത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരേണ്ടതായ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടതായ, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ടതായ ആവശ്യകത എന്ത് എന്നുള്ള വിഷയമാണ് ഇന്നലെ നാം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായിത്തീർന്നത്. എന്നാൽ അതിനാധാരമായി നമ്മൾ വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 45 മുതലുള്ള വേദഭാഗങ്ങളാണ്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് തിരുവെഴുത്തിൻ പ്രകാരം സാധ്യമാകേണ്ടതാണ്. എൻ്റെ 49-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, I send the promise of my Father upon you, but tarry in the city of Jerusalem until you are ended with power from on high. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ പഠിച്ചത്, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു എങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ യേശു ക്രിസ്തു നേരിട്ട് ഓർഡൈൻ ചെയ്ത, കർത്താവ് യേശുവിൻ്റെ കൂടെ നടന്ന, യാത്ര ചെയ്ത, യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം കണ്ണാലെ നേരിട്ട് കണ്ട ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമായിരുന്നു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനെങ്കിൽ നമുക്കെത്രയധികം യേശു ക്രിസ്തു ആ പിതാവ് തൻ്റെ മേൽ പകർന്ന ആത്മാവിനെ സ്വീകരിച്ച് 30-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നും
യേശു ക്രിസ്തു തന്നെ ദേവാലയത്തിൽ വെച്ച് പറയുന്നു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനും ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു എങ്കിൽ നമുക്ക് എത്രയധികം. എന്നാൽ ഇന്നലെ ആ പരിശുദ്ധാത്മാവിനോടുള്ള ഫെലോഷിപ്പിനെ കുറിച്ച് നാം വളരെ കുറേ സമയമെടുത്ത് പഠിക്കുവാനായിട്ടിടയായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ ആരായാൻ കഴിയുള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ തെറ്റിക്കുന്ന ലോകത്തിൽ നമുക്ക് തെറ്റാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ നയിക്കുന്ന ഒരു അഭിഷേകം, ഒരാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണമെന്ന് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റി. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ നമ്മുടെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിച്ചത് ആത്മാവിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിന് നമ്മൾ എടുത്തത് യൂദായുടെ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ ഒരധ്യായമേ ഉള്ളൂ, അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. അപ്പോൾ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യവും നാം ചേർത്ത് പഠിക്കുവാനിടയായി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ പഠിച്ചത്, ശ്രദ്ധിച്ചത്? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 3-ാം വാക്യം, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. ദയവായിട്ട് ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവിൽ വന്ന ക്ലാസ് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത്, നിങ്ങളുടെ സമയമുള്ളപ്പം, നിങ്ങൾക്ക് നേരമുള്ളപ്പം ഒന്ന് എടുത്ത് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇന്നത്തെ മെസ്സേജിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയാകുവാനായി കഴിയില്ല എന്ന ഒരു വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1-5 മുതൽ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്ന വിഷയത്തെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ വൈദ്യനായ ലൂക്കോസ് തന്നെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. അതേ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയത് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂക്കോസ് ഇവിടെ പറയുന്നത് ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഇനി 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, അത് നമ്മളുടെ ജോലിയല്ല. പക്ഷേ കാലങ്ങളെ നമുക്ക് വിവേചിക്കാൻ കഴിയണമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്നു. അതിൻ്റെ 12-ാം അധ്യായത്തിൽ കാലങ്ങളെ നാം വിവേചിക്കുന്നവരാകണം. മത്തായിയുടെ സുവിശേഷത്തിലും യേശു ക്രിസ്തു അത് പഠിപ്പിക്കുന്നു. കാലലക്ഷണങ്ങളെ നാം വിവേചിക്കുന്നവരാകണം. കാർമേഘം വരുമ്പോൾ മഴ പെയ്യുവാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉഷ്ണമുണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കാലങ്ങളെ വിവേചിക്കുന്നില്ല? നിങ്ങൾക്ക് കാർമേഘം നോക്കി മഴ വരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉഷ്ണം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ അറിയുന്നു. പക്ഷെ എന്തുകൊണ്ട് കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയുന്നില്ല? അത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് യേശു അത് പറയുന്നത്. എന്നാൽ ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പെട്ടെന്നാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം യേശു പറഞ്ഞത്. 8-ാമത്തെ വാക്യം, എന്നാൽ
എന്നാൽ but you shall receive power after the Holy Ghost is come upon you, and you shall be witness unto me both in Jerusalem and in all Judea and in Samaria and unto the uttermost part of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിക്കകത്ത് കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ ലൂക്കോസ് 24 അതിൻ്റെ 49 വാക്യത്തിൽ കർത്താവ് പറഞ്ഞായിരുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് വരുന്നത് തൂണിലും തുരുമ്പിലും പുഴുവിലും പഴുതാരയിലും ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് വരുന്നത് ഏതെങ്കിലും വസ്തുക്കളിലല്ല. പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച, അവൻ ജീവശ്വാസമൂതിയ മനുഷ്യരിലേക്കാണ്, മനുഷ്യാത്മാവുള്ളവരിലേക്കാണ് ദൈവാത്മാവ് വരുന്നത്. ഇന്ന് ഈ ഓൺലൈനിൽ എന്നെ കാണുന്നവർ ശ്രദ്ധിക്കുക. അപ്പോസ്തലപ്രവൃത്തി 1-8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ലൈവ് സർവീസിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എത്ര വ്യക്തികൾ അതിന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലോട്ട് വരുന്നുണ്ട്. എങ്ങനെ, ഹൗ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, ദാറ്റ് ഈസ് എ പവർ. ഹല്ലേലൂയ, പവർ. ഈ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ഓടിക്കുന്നതും നോർമലി സ്റ്റിയറിംഗ് ഉള്ള മാനുവലായിട്ടുള്ള കാർ ഓടിക്കുന്നതും തമ്മിൽ, വണ്ടി ഓടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിനാണ്, ഭയങ്കര ബലം പ്രയോഗിക്കണം അതിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കാൻ. പക്ഷെ പവർ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ, ആ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ 2 വിരളയിൽ ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് കറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ സ്മൂത്താകാൻ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതികൂലങ്ങളെ ജയിക്കാൻ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ ജയിക്കാൻ ഒരു പവർ, ഒരു ശക്തി അവൻ നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവ് പറയുന്നു, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളിൽ എത്ര പേർ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ആഗ്രഹിക്കുന്നു? അപമാനങ്ങളുണ്ടാകും, അപവാദങ്ങളുണ്ടാകും, കല്ലേറുണ്ടാകും. അഭിഷേകമുള്ള പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സ്തെഫനോസിനെ കല്ലെറിഞ്ഞാ കൊന്നേ, പൗലൂസിനെ തല വെട്ടിയാ കൊന്നേ, പത്രോസിനെ തല കീഴെ കുരിശിച്ചായി ലോകം കൊന്നേ. നാഥന് മുൾമുടി നൽകിയ ലോകം നിങ്ങൾക്ക് സ്വർണ്ണ കിരീടമൊന്നും തരികയില്ല. നാഥന് മുൾമുടി നൽകിയ ലോകം നിങ്ങൾക്കും അതേ തരൂ. പക്ഷേ അതിൻ്റെ നടുവിലും, കല്ലേറിൻ്റെ നടുവിലും, സ്തെഫാനോസിനെ എറിയുമ്പോഴും അവൻ കാണുന്നത് ഈ ലോകത്തിൽ ഒന്നുമല്ല, സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് പുത്രൻ നിൽക്കുന്നതുമായ ആ കാഴ്ചയാണ്. ആ ഹെവൻ, തുറക്കപ്പെട്ട സ്വർഗമാണ് സ്തെഫാനോസ് അവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ എറിയുമ്പോൾ തുറന്ന സ്വർഗം കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാം തിരിച്ചറിയും, അല്ലാത്തവരെല്ലാം തിരിച്ച് നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുള്ള സ്റ്റീഫന്, പരിശുദ്ധാത്മാവുള്ള സ്തെഫാനോസിന് മാത്രമേ അതിൻ്റെ നടുവിലും തുറന്ന സ്വർഗം കണ്ട് എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതിനാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യേശുവിൻ്റെ സാക്ഷിയാകാൻ ഏതൊക്കെയോ കുറേ പുസ്തകങ്ങൾ പഠിക്കുവാനല്ല യേശു പറഞ്ഞത്.
യേശു കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനല്ല കർത്താവ് പറഞ്ഞത്. യേശു കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ഏതൊക്കെയോ ഡോക്ടറേറ്റുകൾ എടുക്കാനല്ല യേശു പറഞ്ഞത്. യേശുവിൻ്റെ സാക്ഷിയാകുവാൻ സർട്ടിഫിക്കറ്റുകൾ വാരിക്കൂട്ടുക എന്നല്ല യേശു പറഞ്ഞത്. അതൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ പ്രധാനമായും നിങ്ങൾക്ക് ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതിനാർക്കും നിങ്ങളെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. ആകുമെന്ന് പറഞ്ഞാൽ കർത്താവ് ആക്കിയിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഒരു സംശയവും അതിനകത്ത് വേണ്ട. കർത്താവ് ആക്കിയിരിക്കും. ഇന്ന് ഈ ഓൺലൈനിൽ ഈ ലൈവിൽ എന്നെ കാണുന്നവരുടെ ഉള്ളത്തിൽ ആ വലിയ ഒരു തേഴ്സ്റ്റ്, ആ വലിയൊരു ദാഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ ഇന്നത്തെ ഈ സർവീസിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തൊക്കെയാണ്, പ്രത്യേകമായി ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുവാൻ നാം അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിൽ നടക്കേണ്ടത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മളൊന്നും ആയിട്ടില്ല, നമ്മൾ ഒന്നും പ്രാപിച്ചിട്ടില്ല. ഇനിയും ഒത്തിരി അറിയാനുണ്ട്, ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്, ഇനിയും ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാപിക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒന്നാമതായിട്ട് വേണ്ടത് ഈ കർത്താവിൻ്റെ വചനത്തിനകത്ത് വിശ്വസിക്കുക എന്നൊരു മനോഭാവം ഉണ്ടാകണം. ബൈബിൾ വായിക്കുന്നവർ അതിൽ വിശ്വസിക്കണം. കാരണം വിമർശിക്കുന്നവർക്ക് ഒരു ബ്ലെസ്സിങ്സും ബൈബിൾ സംബന്ധമായി ഞാൻ കാണുന്നില്ല. കർത്താവ് അവരെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിന് അവരെ ഇഷ്ടമാണ്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന ഒരു ഭാഗം സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അത് തെളിയിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുവാൻ പത്രോസ് പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുവിൻ, ആ വചനത്തിൽ വിശ്വസിക്കണം, അതിലെല്ലാം ഉപരിയായിട്ട് മാനസാന്തരപ്പെടണം, റിപ്പൻറ്റൻസ് നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനിലേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യൻ എൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ശോധന ചെയ്യണം. റിപ്പൻറ്റഡ് ആകണം. ഞാൻ പറയുന്നു, മാനസാന്തരപ്പെടണം, മനസ്സിന് മാറ്റമുണ്ടാകണം, വ്യക്തി രൂപാന്തരമുണ്ടാകണം. ഉറപ്പായും പറയുന്നു, അതൊരു തീരുമാനമാണ്. ദാറ്റ്സ് എ ഡിസിഷൻ. നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെയൊക്കെ പറ്റും. സത്യത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് സകല സത്യത്തിലും വഴി നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഒന്നാമത് വചനം വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവേ, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണേ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ പാപത്തെ വിമോചിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ പാപങ്ങളെ വിമോചിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എന്തൊക്കെയാ ഓർമ്മ വരുന്നേ? ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും പക, കയ്പ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ
അതെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞ്, ഒന്ന് അനുദപിച്ച്, ഒന്ന് കണ്ണുനീരോടെ കർത്താവിനോടൊന്ന് മാനസാന്തരപ്പെട്ട് മനസ്സൊന്ന് ഉടഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. 2, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്കൊരു ദാഹമുണ്ടാകണം. അതാണ് യോഹന്നാൻ 7:37 എഴുതിയിരിക്കുന്നത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. വിമർശിക്കുന്നവരുടെ ഉള്ളിൽ നിന്നല്ല, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ആ വലിയ തേഴ്സ്റ്റ്, ആ വലിയ ദാഹം നമ്മളുടെ അകത്തുണ്ടാകണം. ഈ എലിയാവിൻ്റെ മുകളിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് എലീശായുടെ മേൽ വരാനുള്ളതിൻ്റെ കാരണം അവൻ്റെ ആ തേഴ്സ്റ്റ് ആയിരുന്നു, അവൻ്റെ ദാഹമായിരുന്നു. എപ്പോഴും ഓർക്കണം, ഒരു മനുഷ്യൻ ആത്മീകമായി അധംപതിച്ചോ അല്ലെങ്കിൽ ആ മനുഷ്യൻ ആത്മീകമായി ഇന്നും വളരുന്നോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ആ മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയാനും കൂടുതൽ വളരാനും കൂടുതൽ പഠിക്കാനുമുള്ള ദാഹം ആ വ്യക്തിയിലുണ്ടോ എന്ന് ശോധന ചെയ്താൽ മതി. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി ഞാൻ മരണവാതിലുകളിൽ പ്രവേശിച്ചപ്പോൾ. മരണത്തോട് ഞാൻ അടുത്തപ്പോൾ എനിക്കെല്ലാ ഫുഡിനോടും വിരക്തി തോന്നി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ ഒരാൾ മരണശയ്യയിൽ മരണത്തോട് അടുക്കുമ്പോൾ പ്രധാനമായ ഒരു സൈനാണ് പുള്ളിക്ക് ഫുഡ് വേണ്ട, ഫുഡ് കഴിക്കുകയില്ല, ഫുഡ് എടുക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ ഒരു ഭക്ഷണത്തോടും പുള്ളിക്ക് താല്പര്യം തോന്നുകയില്ല. അതൊരു സൈനാണ്. എന്നതുപോലെ ഒരു വ്യക്തി ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുന്നു, മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ വ്യക്തിയുടെ ആത്മാവിനോടുള്ള വിശപ്പും ദാഹവും കെട്ടുപോയത്. ഇന്നും ആ വ്യക്തി വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും ആ മനുഷ്യൻ ആത്മീകമായി ജീവിച്ചിരിക്കുന്നു, ആത്മാവിൽ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ മനുഷ്യൻ ഇപ്പോഴും പ്രാപിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ബൈബിള് വായിക്കണം, ഇനിയും ഞാൻ വളരാനുണ്ട്, ഇനിയും ഞാൻ പഠിക്കാനുണ്ട്, ഇനിയും ഞാൻ ഉയരാനുണ്ട് എന്ന് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബോധ്യം. ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. അപ്പോൾ ഒന്നാമത് വേണ്ടത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വചനം വിശ്വസിക്കുക, റിപ്പന്റഡ് ആകുക, ഏറ്റുപറയേണ്ട പാപങ്ങൾ ഏറ്റുപറയുക, ഏറ്റുപറയേണ്ട കുറവുകൾ ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. 2, ദാഹിക്കുക. കർത്താവേ, എനിക്ക് നിന്റെ ആത്മാവിൽ നിറയണം, എൻ്റെ മേൽ അധികമായി പരിശുദ്ധാത്മാവ് വരുവാനിടയാകണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊടണം. ഇന്ന് ഈ ഭൂമിയിലുള്ള പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, നീ എന്നിൽ വന്ന് വാഴണമേ, നിറയണമേ എന്നുള്ള ദാഹം, കൊതി, വാഞ്ച നിങ്ങളിൽ വർദ്ധിക്കണം. 3ാമതായി നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള ഒരു കാത്തിരിപ്പാണ്, അതിനുള്ള ഒരു ഉത്സാഹത്തോടുള്ള കാത്തിരിപ്പ്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിശേഷാൽ അപ്പോസ്തലപ്രവൃത്തികളുടെ 1-ാം അധ്യായം 4-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിലും കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 4 ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 1:4, നോട്ട് ജോൺ. അപ്പോസ്തലപ്രവൃത്തി, അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി. എന്തായിരുന്നു അവർ കേട്ട വാഗ്ദത്തം? അവർ കേട്ട വാഗ്ദത്തമാണ് നമ്മൾ ഈ ലൈവ് സർവീസിൽ ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എടുത്തത്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണം. അപ്പോൾ നമുക്ക് 3ാമതായി വേണ്ടത് ഈ കാത്തിരിപ്പാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയുവാനോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്കായിട്ടോ കാത്തിരിക്കുന്നുണ്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും നിങ്ങളുടെ ദാഹം, നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട റിപ്പൻഡൻസ്, നിങ്ങളുടെ കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവാം ദൈവം ആ
അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ അധികമായി വരുന്നതിന് കാരണമായി തീരും. നല്ലൊരു ആമീൻ പറയാമോ? നാലാമതായിട്ട് വേണ്ടത് പ്രാർത്ഥന. പ്രാർത്ഥിക്കുക. കാത്തിരിക്കുന്ന വ്യക്തികൾ ചുമ്മാ കാത്തിരിക്കുവല്ല, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കാത്തിരിപ്പ് തന്നെ ഞാൻ 3 ഭാഗമാക്കുകയാണ്. 1 പ്രാർത്ഥിക്കുക, 2 സ്തോത്രം ചെയ്യുക, 3 കർത്താവിനെ സ്നേഹിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ള ഭാഗം ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 11-ന്റെ 13-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, അപ്പൊ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഇന്ന് ഈ ലൈവിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഹൗ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന ആ ടോപ്പിക്കിൽ പറയുന്നു. 1 റിപ്പന്റഡ് ആകുക, മനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ആ മനസ്സിനെ അനുതാപത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. 2 ദാഹമുള്ള ഒരു ഹൃദയം നമ്മൾക്കുണ്ടാകുക. 3 അതിനായിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ലൂക്കോസ് 11-ന്റെ 13 പ്രകാരം പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി സ്തോത്രം ചെയ്യണം. കാത്തിരിക്കുക മാത്രം പോരാ. കർത്താവെ, ഞാൻ അതിനായിട്ട് സ്തോത്രം ചെയ്യുക. ലൂക്കോസ് 24-ന്റെ 52-53 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 24-ന്റെ 52-53 വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. അവരെന്താ ചെയ്തേ? എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് വെയർ കണ്ടിന്യൂലി ഇൻ ദ ടെമ്പിൾ പ്രൈസിങ് ആൻഡ് ബ്ലെസ്സിങ് ഗോഡ്. അങ്ങനെ ദേവാലയത്തിൽ ഇരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു സ്തുതിച്ചു കൊണ്ടിരുന്ന ആ 120 പേരുടെ മുകളിലാണ് കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷമായത്. അപ്പോൾ റിപ്പന്റഡ് ആകുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദാഹിക്കുക പരിശുദ്ധാത്മാവിനായി, കാത്തിരിക്കുക പരിശുദ്ധാത്മാവിനായി, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അപ്പോൾ തന്നെ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. ആ നിലയിൽ നിങ്ങൾ സ്തുതിച്ചാൽ, ആ നിലയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ചാൽ, ദാഹിക്കുന്ന നിങ്ങളുടെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ മാത്രമേ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം നിങ്ങൾക്ക് കർത്താവിൻ്റെ സാക്ഷികൾ ആകുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, ദ ഡേ ഓഫ് പെന്തിക്കോസ് നാൾ വന്ന ആ ദിവസം, 50-ാമത്തെ ദിനം. പെന്തിക്കോസ് എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലാണ്. അതൊരു റിലീജിയൻ അല്ല, അതൊരു മതമല്ല, അതൊരു പെരുന്നാൾ, ഒരു ഫെസ്റ്റിവലായിരുന്നു. ആ ഫെസ്റ്റിവൽ ഡേയിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ 50-ാമത്തെ ദിനത്തിൽ, ആ ഫെസ്റ്റിവൽ ഡേയിൽ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. അതൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതാണ് ആദിമസഭയുടെ ആരംഭം, ബിഗിനിങ്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. Listen to me, this is very important. എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം, പെട്ടെന്ന്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത്. പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിച്ച് റിപ്പന്റഡായി അനുദപിച്ച് കാത്തിരുന്ന് സ്തോത്രം ചെയ്ത് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മൂമെന്റിൽ, പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഹല്ലേലൂയ, ഈ ദൈവശക്തി നിങ്ങളിൽ കടന്നു വരും. ഞാനും നിങ്ങളും ഇപ്പോഴും സ്റ്റിൽ ഐ എം ദ സ്റ്റുഡന്റ് ദ ഫീറ്റ് ഓഫ് മൈ ഗാഡ്. എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇപ്പോഴും ദൈവസന്നിധിയിൽ പഠിക്കുകയാണ്, പ്രാപിക്കുകയാണ്.
ഇനിയും ഞാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ അധികമായി പകരണമേ എന്ന്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നെടിമുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഈ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ, അവിടെ എഴുതിയിട്ടുണ്ട് 2-ാമത്തെ വാക്യത്തിൽ, കൊടിയ കാറ്റാൽ, ആ കാറ്റടിച്ചു എന്ന ഒരു പദം നിങ്ങൾക്ക് അവിടെ കാണാം. കാറ്റടിക്കുന്നത് പോലെ, അവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, there came a sound from heaven as of a rushing mighty wind, that rushing mighty wind, and it filled all the house where they were sitting. അവർ ഇരുന്ന സ്ഥലത്തെ കാറ്റ് വന്നടിച്ച് അവരെ ദൈവാത്മാവ് നിറയ്ക്കുവാനായി ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആ അവരുടെ മേൽ അടിച്ച കാറ്റിന്, ആ വിൻഡിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഒരു ഉണർവിൻ്റെ ആരംഭമായിരുന്നു. അത് ദൈവസഭയുടെ ആരംഭമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്, ദൈവം ചിലപ്പോഴൊക്കെ തൻ്റെ ആത്മാവിൻ്റെ കാറ്റിനെ വീശും, അടുപ്പിക്കും. അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു ഗ്രേറ്റ് പർപ്പസ് ഉണ്ട്. ദൈവത്തിനൊരു വലിയ പ്ലാനുണ്ട്. ഇന്ന് നമ്മൾ ലോകത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കാണുന്നു. ഒത്തിരി പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ്. ഞാൻ ഉറപ്പായും പറയുന്നു, ഇതിൻ്റെ പിറകിലും എൻ്റെ ദൈവത്തിനൊരു ഭയങ്കര പദ്ധതിയുണ്ട്, ഒരു വലിയ പ്ലാനുണ്ട്. 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒന്നും ലോകം തീർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് നിമിഷവും കർത്താവ് വരാം, എപ്പോൾ വേണേലും സംഭവിക്കാം. പക്ഷേ 4 മാസം കൊണ്ടും 6 മാസം കൊണ്ടും ഒരു വർഷം കഴിയുകയോ ലോകം അവസാനിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് പേർ മാനസാന്തരപ്പെടാനുണ്ട്. ഇനിയും ഒരുപാട് പേർ കർത്താവിലേക്ക് വരാനുണ്ട്. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് വരാം, അതേത് നിമിഷവും സംഭവിക്കാം. നേരത്തെ വായിച്ച വാക്യത്തിലെ പോലെ അത് നമുക്കറിയാവുന്ന ടൈമല്ല. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പിറകിൽ ദൈവത്തിന് ഭയങ്കരമായൊരു പദ്ധതിയുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. നമ്മൾ നോർമലി നാട്ടിൻപുറത്ത് ജീവിക്കുന്ന നമ്മൾ പറയാറുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കം ഉണ്ടെന്ന്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, ഒരു പർപ്പസായിരുന്നു പെന്തിക്കോസ് നാളിൽ വീശിയടിച്ച ആ കാറ്റ്. എവിടൊക്കെ ആ കാറ്റ് വീശിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ജോൺ ചാപ്റ്റർ 3:8, അവിടെ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു. എപ്പോഴും ഓർക്കുക, എങ്കിലും അതെവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതും. The wind blow where it is listen. എവിടെയാണോ അതിനിഷ്ടമുള്ളത്, ഹല്ലേലൂയ, കാറ്റിന് ഇഷ്ടമുള്ളിടത്ത് അത് വെളിപ്പെട്ടു വരും. പണ്ടുള്ളവർ പറയുന്ന പോലെ, കാറ്റ് പോകുന്നിടത്തൊക്കെ നമുക്ക് വേലി കെട്ടാൻ പറ്റുകയില്ലെന്ന് പറയുന്ന പോലെ, ഹല്ലേലൂയ, കാറ്റെവിടെ വീശപ്പെടുന്നോ അതിനിഷ്ടമുള്ള റൂട്ട് അതെടുക്കും. അതെപ്പോഴാണ് ഊതപ്പെടുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ഈ ഓൺലൈനിൽ ഈ ലൈവ് സർവീസിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷവും ആ കാറ്റിന് നിങ്ങളുടെ മേൽ വീശാൻ കഴിയും. എവിടൊക്കെ ആ കാറ്റ് വീശിയിട്ടുണ്ടോ അതിനകത്തൊരു പർപ്പസ് ഉണ്ട്. ഞാൻ ചില കാര്യങ്ങൾ എന്നെ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് അറിയിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദ മൈറ്റി വിൻഡ് ഓഫ് ഡെലിവറൻസ് നമുക്ക് കാണാം. തൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ട് ദൈവം അടുപ്പിച്ചൊരു കാറ്റ്. മോശ കടലിൻ്റെ മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രിയിൽ മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ബൈബിൾ പറയുന്ന യഹോവ അന്ന് രാത്രിയിൽ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു. ഒരു കാറ്റ് ദൈവം അടുപ്പിച്ചു. എന്തായിരുന്നു ആ കാറ്റിൻ്റെ പ്രത്യേകത? ആ കാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്,
ആ കാറ്റടിക്കപ്പെട്ടപ്പോൾ അത് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി മാറ്റി. ആ വഴിയിലൂടെയാണ് ഇസ്രായേൽ ജനം നടന്നത്. ആ വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. വഴി തുറക്കുന്ന കാറ്റ് അവൻ അടുപ്പിക്കാൻ കഴിയും. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇരിക്കുന്ന നിങ്ങളെ സഹായിപ്പാൻ ആ മൈറ്റി വിൻഡ് അവന്റെ പക്കലുണ്ട്. നമുക്ക് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും റെസ്റ്റോറേഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിലെല്ലാം ഒരു പുനർസ്ഥാപനം ഉണ്ടാകണം. എല്ലാം പുനർസ്ഥാപിക്കപ്പെടണം. നാം അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആ നിലയിൽ നിങ്ങൾക്കൊരു സംഭവം കാണാൻ കഴിയും. ഉണങ്ങിയ യെഹെസ്കേൽ 37:9 മുതലുള്ള വാക്യങ്ങൾ, ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ടതായ താഴ്വരയിൽ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ എന്ന പ്രവാചകനെ എടുത്തുകൊണ്ടുപോയി ആ താഴ്വരയുടെ നടുവിൽ നിർത്തുന്നു. എന്നിട്ട് അവയുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ യെഹെസ്കേൽ 37:9 വാക്യത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ചുറ്റി ചുറ്റി നടക്കുമാറാക്കി, അവയുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് ചോദിക്കുന്നു, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങൾ ചോദിക്കുന്നു, ഈ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ടാകുമോ? ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടാകുമോ? 9 വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. താങ്ക് യു ജീസസ്. ചിന്നിച്ചെതറിക്കിടക്കുന്ന, ചിന്ന ഭിന്നമായി കിടക്കുന്ന അസ്ഥികൾ ജീവിക്കുവാൻ, മാംസമുണ്ടാകുവാൻ, ത്വക്കുണ്ടാകുവാൻ, സിറ്റുവേഷൻ മാറുവാൻ, നിഹിതന്മാർ ജീവിക്കുവാൻ, അവരൊരു സൈന്യമായി എഴുന്നേൽക്കുവാൻ നീ കാറ്റിനോട് പ്രവചിക്കുക. താങ്ക് യു ജീസസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാറ്റിനോട് പ്രവചിക്കുക, നിങ്ങൾ കാറ്റിനോട് പ്രവചിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമാകും. പക്ഷേ പ്രവാചകനോട് യഹോവയുടെ ആത്മാവ് പറഞ്ഞു, യഹോവ കൽപ്പിച്ചു, പറയുവല്ല, സോഫ്റ്റായിട്ട് പറയുവല്ല, കൽപ്പിച്ചു, ശക്തമായി പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്ക. 10 വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യം, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന് മാത്രമേ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. Our God is the final answer. Jesus Christ is the final answer. യേശു ക്രിസ്തുവാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. മനുഷ്യ, നീ എത്ര ശക്തനാണെങ്കിലും, yes brother Ashish, that is exact thing. മനുഷ്യ, നീ എത്ര കഴിവുള്ളവനാണെങ്കിലും, നീ എത്ര ശക്തനാണെങ്കിലും, നീ എത്ര മിടുക്കനാണെങ്കിലും, നിനക്കൊരു പരിധിയുണ്ട്. നിനക്കൊരു പരിധിയുണ്ട്. ദൈവം ലോക്ക് ചെയ്താൽ അത് ലോക്കാ. അവനൊരു വാതിൽ തുറന്നാൽ അത് തുറക്കപ്പെട്ടതാ. അവനൊരു വാതിൽ അടച്ചാൽ അത് അടയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാസ്ത്രം എത്ര പുരോഗമിച്ചോ എന്ന് പറഞ്ഞാലും, മനുഷ്യവർഗം എത്ര വലുതായെന്ന് പറഞ്ഞാലും, ജീവനില്ലാത്ത ഒരു വൈറസിന്റെ മുൻപിൽ ഇന്ന് ലോകം മുൾമുനയിൽ നിൽക്കുകയാണ്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ our God is the God of restoration. നമ്മുടെ ദൈവം പുനർസ്ഥാപനത്തിന്റെ ദൈവമാണ്. ആ കർത്താവിനോട് ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്നവർ അധരം തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, അവർ ദുർമാർഗങ്ങളെ വിട്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉണങ്ങിയ അസ്ഥികളെ
ജീവിപ്പിക്കുവാൻ, അതിനെ ഒരു സൈന്യമായി എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വഹിക്കാൻ കർത്താവിന് കഴിയും. ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? Can you hear the sound of heaven? Thank you, Lord Jesus. Oh, thank you, Lord Jesus. Thank you, Lord Jesus. Oh, I praise you, Lord. I praise you, Lord. I praise you, Lord. I praise you, Lord. Glory, glory, glory. Oh, holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, ready worship you now. Holy, holy, holy are you, Lord. Can you hear the sound of heaven? Can I see the sound of many waters? Can I hear the worship coming from the throne? There are cries of adorations, hands from every nation. Lift your voice, come on, lift your voice and praise. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, ready worship you now. Holy, holy, holy are you, Lord. You are holy, holy are you. Hallelujah, hallelujah. That's a wind of restoration. കർത്താവേ, ആ പുനർസ്ഥാപനത്തിന്റെ കാറ്റ്, ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന കാറ്റ്, അവയിലേക്ക് ത്വക്കും മാംസവും ഞരമ്പും കൊണ്ടുവരുന്ന കാറ്റ്. ഏതൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവോ, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ദൈവഹിതപ്രകാരം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുവോ, പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ ഉണർവിന്റെ കാറ്റിനെ വീണ്ടും അടുപ്പിക്കണമേ. രാജ്യങ്ങളെ, പട്ടണങ്ങളെ, ഇന്ന് പാസ്റ്റർ ജോയൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ രാജ്യങ്ങളുടെ എക്കണോമിയെ, സാമ്പത്തികമായ സമ്പദ് വ്യവസ്ഥകളെ, എല്ലാ കാര്യങ്ങളെയും റിസ്റ്റോർ ചെയ്യുവാൻ, പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള കർത്താവ്. ആ കാറ്റാണ് എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ വെളിപ്പെട്ടു വന്നത്. അവിടെ എഴുതിയിരിക്കുന്നു 11-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുവെന്ന്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞവരുടെ എല്ലാം ശ്രദ്ധയ്ക്ക് 12-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴികളിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തെ കൊണ്ടുവരും. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. ശവക്കുഴിക്കകത്തുനിന്നും കയറ്റിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് എസെക്കിയേലിന്റെ ദൈവമാണ്. അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഫിനിഷ്ഡ് എന്ന് പറയുന്നിടത്തുനിന്നും ദൈവം അവന്റെ കാറ്റിനെ അടുപ്പിക്കും. ഇന്ന് ഏതൊക്കെയോ കുടുംബങ്ങളെ കർത്താവ് ആ നിലയിൽ സ്പർശിക്കുന്നതിനായി നന്ദി. Number 1, the wind of the mighty deliverance. Number 2, the wind of restoration. Number 3, the wind of provision. കരുതലിന്റെ കാറ്റ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ the wind of guidance ആയിരുന്നു. അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായി സഭയെ ഗൈഡ് ചെയ്യുന്ന നിയോഗത്തിന്റെ കാറ്റായിരുന്നത്, നിയോഗത്തിന്റെ കാറ്റ്. എന്നാൽ the wind of provision,
കരുതലിന്റെ കാറ്റ്. സംഖ്യയുടെ പുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 31. സംഖ്യാപുസ്തകം 11:33 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ആ ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം അടുത്ത് നിന്ന് പറന്ന് നിൽക്കുമാറാക്കി. ഓ മൈ ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം ഓഫ് ദി ലോർഡ്. തൻ്റെ ജനമായ ഇസ്രായേലിന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഞാൻ പറയുന്നു, ആ കാറ്റൊരു കരുതലിന്റെ കാറ്റായിരുന്നു. That wind is a wind of provision. Praise God. എന്താണ് സംഭവിച്ചത്? ആ കാറ്റ് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് കൈ എത്തുന്ന ദൂരത്ത് അവർക്ക് വേണ്ടി ദൈവം എത്തിക്കുവാനിടയായി. സഹോദരങ്ങളെ, ഏതെങ്കിലും ഏരിയകളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നെങ്കിൽ, ഫൈനാൻഷ്യലി നിങ്ങൾ ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്നെങ്കിൽ, ഈ കർത്താവ് എന്നും ജീവിക്കുന്നു. യഹോവയായ ദൈവം ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയ തൻ്റെ ജനത്തിൻ്റെ കരങ്ങളിൽ അവർക്ക് വേണ്ടുന്ന നന്മയെ എത്തിച്ചു കൊടുത്ത ഈ കരുതലിൻ്റെ കാറ്റ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി വീശട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വെളിപ്പെട്ട ആ കൊടിയ കാറ്റ്, that wind is the wind of guidance. അത് നിയോഗത്തിൻ്റെ കാറ്റായിരുന്നു. പേടിച്ചിരുന്ന ഭയമുള്ള ശിഷ്യന്മാരെ ശക്തരാക്കാൻ അടിച്ച കാറ്റ്. ഹല്ലേലൂയ. ലോകം എമ്പാടും ഞാൻ വിശ്വസിക്കുന്നു ഒരന്ത്യകാല ഉണർവുണ്ടാകാൻ പോവുകയാണ്. ഒരന്ത്യകാല ഉണർവ് ലോകമെമ്പാടും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ആ വിൻഡ് അടിക്കുമ്പോൾ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഉണങ്ങിയ അസ്ഥികളും സകലതും ജീവിച്ചിരിക്കും. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേറ്റിരിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും നാം അറിയേണ്ട കാര്യം, എന്തിനു വേണ്ടിയാണ് ആ വിൻഡ്, ആ കാറ്റ് ശിഷ്യന്മാരുടെ മേൽ അടിച്ചെന്നറിയാമോ? അതിൻ്റെ കാരണം, ആ കാറ്റാണ് ശിഷ്യന്മാരിൽ വ്യത്യാസം കൊണ്ടുവന്നത്, മാറ്റം കൊണ്ടുവന്നത്, അവരെ ഡിഫറൻ്റ് ആക്കി മാറ്റിയത്. ഈ മത്തായിയുടെ സുവിശേഷം 26-56 വാക്യമൊക്കെ പഠിക്കുമ്പോൾ പത്രോസ് ഭയങ്കര ഭയമുള്ള മനുഷ്യനായി എല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഒന്ന് വായിക്കണം കേട്ടോ. ഒരു പെൺകൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് വരെ മോനെ ആ മത്തായിയുടെ സുവിശേഷം 26-56 വാക്യം ഒന്ന് ദയവായിട്ട് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നേ. മത്തായി 26-56 വാക്യം എന്നിട്ട് കൊണ്ടുവരാം. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകാൻ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എല്ലാവരും പേടിച്ച് ഓടിക്കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രതിസന്ധി വന്നപ്പം, പ്രശ്നം വന്നപ്പം, വെല്ലുവിളി വന്നപ്പം എല്ലാവരും ഓടിക്കളഞ്ഞു. പത്രോസാണെങ്കിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവനെ പെരുമാറി. അവർ ഭയമുള്ളവരായിരുന്നു, അവർ ആശങ്കയുള്ളവരായിരുന്നു, അവർ പേടിയുള്ളവരായിരുന്നു, അവർ ഭീരുക്കളായിരുന്നു. പക്ഷേ ആ ഭീരുക്കൾ, ആ ഭയമുള്ളവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വിലയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2-14 മുതലൊന്ന് വായിച്ചേ. 14 മുതലുള്ള ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. എന്താണ് ആ വാക്ക്? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ
മനുഷ്യരങ്ങനെ പലരും ഊഹിക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂ. 16 വാക്യത്തിൽ പറയുന്നത്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലോട്ട് വരുമ്പോൾ 22, 23, 24 ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ ആ പത്രോസിന്റെ ധൈര്യം കാണാം. 23-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്ന, നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? 24-ാം വാക്യത്തിൽ പത്രോസ് പറയും, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചുവിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. 25-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും അവൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഈ വാക്യത്തിന് മുമ്പിൽ ഒരു ആമീൻ പറയാമോ? ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ ഒന്നിൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോകയില്ല. നോക്കിയേ, ഒരു കൊച്ചു പെൺകൊച്ചിൻ്റെ വിരട്ടലിൻ്റെ മുമ്പിൽ ഓടിയ പുള്ളിയാ. പ്രൈസ് ഗോഡ്. ചെറിയൊരു വിഷയത്തിൻ്റെ മുമ്പിൽ പതറിയ മനുഷ്യനാ. പക്ഷെ ഇപ്പോൾ ശക്തനായിട്ട് എഴുന്നേറ്റ് നിന്ന് ധൈര്യമുള്ളവനായി, ബോൾഡ്നെസ് ഉള്ളവനായി. എപ്പോഴും ഓർക്കണം, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്. എന്തെങ്കിലും കണ്ടതുകൊണ്ടോ എന്തെങ്കിലും കേട്ടതുകൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതുകൊണ്ടോ പുസ്തകം അടക്കി വീട്ടിൽ പോകുന്നതല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഹോവ ഭക്തി നമ്മളിൽ വർദ്ധിപ്പിക്കുന്ന ആത്മാവാണ്. ഇന്ന് എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കകത്തും ആ ധൈര്യം, ചീത്ത പറയുന്നതല്ല ബോൾഡ്നെസ് എന്ന് പറയുന്നത്. അടിക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കാൻ പോകുന്നതല്ല. ഈ ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ധൈര്യമൊന്നും വേണമെന്നില്ല. അതൊക്കെ എല്ലാ സാധാരണ മനുഷ്യനും ചെയ്യും. ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ തിരിച്ച് ചീത്ത പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. തിരിച്ച് ചീത്ത പറയാതിരിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. അത് ആത്മാവുള്ളവനെയും കൊണ്ടേ പറ്റത്തുള്ളൂ, ദൈവമുള്ളവനെയും കൊണ്ടേ പറ്റത്തുള്ളൂ. എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും, നീ തീർന്നു എന്ന് നിന്നെ നോക്കി പറയുമ്പോഴും, അതിൻ്റെ മുകളിലൂടെ ശക്തനായിട്ട് മുന്നോട്ട് പോകാൻ, അതിൻ്റെ മുകളിൽ നിന്ന് ജയാളിയായിട്ട് മുന്നേറാൻ അഭിഷേകമുള്ള പരിശുദ്ധാത്മാവുള്ളവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ആശ്രയം വർദ്ധിക്കട്ടെ, കൂടുതലാകട്ടെ. ആ കൊതി നിങ്ങളിൽ വർദ്ധിക്കട്ടെ. അതെ, അസാധാരണ അഭിഷേകം അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ, സാധാരണക്കാർ അസാധാരണമായ വ്യക്തിത്വത്തിനുടമയായി. അതുകൊണ്ടാണ് സക്കറിയാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എല്ലാവരും ആ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഓൺലൈനിൽ എന്നെ കാണുന്നവർ ആ വാക്യം സക്കറിയാവ് 4 മുതൽ 7 വരെയുള്ള വാക്യത്തിനകത്ത് സക്കറിയാവിനോട് പറയുകയാണ്, ദൂതനോട് യജമാനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇതെന്താകുന്നു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. ഇല്ല യജമാനനെ എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ അവൻ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, സെരൂബാബേലിനോട് യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല. ഈ 6-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമൻ്റായിട്ട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ലൈവ് ചാറ്റിലിട്ടോ, ഈ ലൈവ് ചാറ്റിൽ ഒരു കമൻ്റായിട്ട് നിങ്ങളിത് പോസ്റ്റ് ചെയ്തോ. പ്രൈസ് ഗോഡ്. ഈ വാക്യം സക്കറിയാവ് 4-ന്റെ 6-ാം വാക്യം, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ്. എത്ര മഹാപർവ്വതം മുമ്പിൽ വന്നാലും, നിന്നെ കൊണ്ട് ഇവിടെ ആലയം പണിയിക്കത്തില്ലെന്ന് പറഞ്ഞാലും, സെരൂബാബേലുമാർ ചോദിക്കട്ടെ, തല ഉയർത്തി ചോദിക്കട്ടെ, സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. കൃപ എന്ന ആർപ്പോടുകൂടെ അവർ ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ.
Blessed be the name of the Lord. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വ്യാധികളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും വന്നാലും പതറി പിന്മാറിപ്പോകാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. സൈന്യമല്ല നമ്മുടെ കൂടെ ഉള്ളത്. സൈന്യത്തിന്റെ ബഹുത്വവും ശക്തിയും മനുഷ്യനുമല്ല. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയാം, ആശ്രയിക്കാൻ കൊള്ളാവുന്നത് കർത്താവിനെ മാത്രമേ ഉള്ളൂ. അത് മതി. ആരാണ്ടൊക്കെ എനിക്കുണ്ടെന്നൊന്നും ആരും പറയരുത്. ആരുമില്ല, യേശുവേ ഉള്ളൂ നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരണം, അന്നേരം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. കർത്താവ് മാത്രമേ നിങ്ങളുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പായിട്ടും പറയാം, സൈന്യമല്ല എൻ്റെ കൂടെ ഉള്ളത്, മാനുഷിക ശക്തിയല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവ്. The power of Holy Spirit, that mighty power of God. ഇനി ഈ ഒരു വാക്യം വായിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കുകയാണ്. ഈ വാക്യം വായിക്കുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിൻ്റെ പ്രാധാന്യത എന്ത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാൻ 2-3 കാര്യങ്ങൾ പറയാൻ പോവാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ടൈറ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 3 to 7 അവിടെ എഴുതിയിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ 3 മുതൽ 7 വരെ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. റിന്യൂവിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ദ വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂവിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന്, നവീകരണം നമ്മളിൽ ഉണ്ടാക്കുന്നു, നമ്മളെ റിന്യൂ ചെയ്യുന്നു, നമ്മളെ പുതുക്കുന്നു. ഹല്ലേലൂയ. ജീവിതം ഒന്ന് പുതുക്കപ്പെടണം. ഇനി അടുത്ത ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ധാരാളമായി എന്തിനാണ് പകർന്നത്? നവീകരണമാകാൻ, റിന്യൂ ചെയ്യാൻ. 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരമാകുന്നു. ഇനി മനുഷ്യർക്ക് ശുഭവും ഉപകാരവുമാകുന്ന കാര്യം അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം. മോനെ, ആ 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് റീഡ് ചെയ്യണം. മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. ഇപ്പൊ എന്നെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരത് സമ്മതിക്കും? എത്ര പേര് ഇത് സമ്മതിക്കും? മുൻപേ നാമും ഞാനും ബുദ്ധികെട്ടവരും. ഹല്ലേലൂയ. ഒന്നെണ്ണിക്കോ, നമ്മൾ ആരായിരുന്നെന്ന്? ബുദ്ധികെട്ടവരായിരുന്നു. 2, അനുസരണമില്ലാത്തവരായിരുന്നു. ആ വാക്യത്തിൽ ശ്രദ്ധിച്ചോണം. 3, ഡിസീവ്ഡ് എന്ന പദമാണ്, ചതിയന്മാരായിരുന്നു. 4, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു. 5, ഈർഷ്യയും അസൂയയും ഉള്ളവരായിരുന്നു. അയ്യോ, ആയിരുന്നോന്നോ? ഈർഷ്യയും അസൂയയുള്ളവരായിരുന്നു. ഇപ്പോഴും ആയിരിക്കുന്നോന്ന് വേണം ചോദിക്കാൻ. ദേഷിതരായിരുന്നു. 7, അന്യോന്യം പകയ്ക്കുന്നവരായിരുന്നു. ഈ വാക്യം ഒന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മുൻപേ എന്നാ എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പൊ അങ്ങനെ ആണോന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കത്തില്ലെന്നാ തീത്തോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ബുദ്ധികെട്ടവർ, അനുസരണ ഇല്ലാത്തവര്, ചതിയന്മാര്, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനര്, ഈർഷ്യയും അസൂയുള്ളവര്, ദേഷിതര്, അന്യോന്യം പകയ്ക്കുന്നവര്. മനസ്സിലായി കാണുമല്ലോ, അന്യോന്യം പകയ്ക്കുന്നവര്. പ്രൈസ് ഗോഡ്. ഹേറ്റിംഗ് വൺ അനദർ. എന്നാൽ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ കത്തിച്ചാമ്പലായി പോകും. അതാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യരുടെ പ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല,
തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. 6-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. സ്നാനപ്പെട്ടവർ ശ്രദ്ധിക്കും, പുനർജനന സ്നാനം കൊണ്ടും. അടുത്ത വാക്യം, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ ബുദ്ധികെട്ട, അനുസരണമില്ലാത്ത, ചതിയരായ, നാനാമോഹങ്ങൾക്കും അധീനരായ, ഈർഷ്യ അസൂയുള്ള, ദോഷിതരായ, അന്യോന്യം പകയ്ക്കുന്ന നമ്മളിൽ ഒരു നവീകരണം ഉണ്ടായത് എങ്ങനെയാണ്? നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേളിൽ വന്നില്ലെങ്കിൽ അവൻ അന്യോന്യം പകച്ചിരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേളിൽ ഇല്ലെങ്കിൽ അവൻ ദോഷിതനായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേളിൽ ഇല്ലെങ്കിൽ അവൻ ഈർഷ്യ അസൂയുള്ളവനായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേലിൽ ഇല്ലെങ്കിൽ, ഇതിലെ റിവേഴ്സിൽ പറയാം, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അവൻ അധീനനായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേളിൽ ഇല്ലെങ്കിൽ അവൻ ചതിയനായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേലിൽ ഇല്ലെങ്കിൽ അവൻ അനുസരണം ഇല്ലാത്തവനായിരിക്കും. പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേലിൽ ഇല്ലെങ്കിൽ അവൻ ബുദ്ധികെട്ടവനായിരിക്കും. ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിനാലാണ്. ഈ നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ചേ, ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചേ. ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയമായി, വളരെ ആഴമേറിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. നാളെ ഞാൻ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്, ഈ ഓൺലൈനിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ആധരങ്ങളെ തുറന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹോളി സ്പിരിറ്റ്, ഓ ഗോഡ്, വെൽക്കം ലോർഡ്, വെൽക്കം ലോർഡ്, വെൽക്കം ലോർഡ്. ഐ പ്രൈസ് യു ജീസസ്, ഐ പ്രൈസ് യു ജീസസ്, ഐ പ്രൈസ് യു ജീസസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവേ, ഇന്ന് രാത്രിയിൽ നീ എന്നെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. That wind of deliverance, that wind of restoration, that wind of provision, the wind of guidance, blow the wind, Lord. എൻ്റെ മേലിൽ ആ കാറ്റിനെ കർത്താവേ നീ അടുപ്പിക്കണമേ. Holy Spirit, thou art welcome in this place. Holy Spirit, thou art welcome in this place. Omnipotent Father of mercy and grace, thou art welcome in this place. Thank you, Jesus. ലോകമെമ്പാടും കർത്താവിന്റെ സാക്ഷികളാകുവാൻ, അനേകർക്ക് സൗഖ്യവും വിടുതലും പകർന്നു കൊടുക്കുവാൻ, അനേകമായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുവാൻ ഈ ജനത്തെ കർത്താവ് ഉപയോഗിക്കണമേ. യേശുവേ, അവിടുത്തെ ആത്മാവിനെ പ്രാപിക്കുവാനുള്ള ദാഹം, അവിടുത്തെ ആത്മാവിൽ നിറയുവാനുള്ള വാഞ്ച നിന്റെ ജനത്തിന്റെ മേലുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവിലൊന്ന് ആശ്രയിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധികെട്ടവരെയും കൊണ്ടും അനുസരണമില്ലാത്തവരെ കൊണ്ടും ചതിയന്മാരെ കൊണ്ടും നാനാമോഹങ്ങളിലും ഭോഗങ്ങൾക്കും അധീനരെ കൊണ്ടും ഈർഷ്യയും അസൂയയും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്ന ഒരു ജനതയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ലോകത്തിൽ വെളിച്ചം കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചേ. ആരെങ്കിലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനിൽ നിറയുവാനോ പ്രാപിക്കുവാനോ ആഗ്രഹിക്കുന്നവനെ കേൾക്കുന്നെങ്കിൽ ഒന്ന് റിപ്പന്റഡ് ആകുക. അപ്പാ, എന്റെ മുൻകഴിഞ്ഞ നാളുകളിലെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 2, ദാഹിക്കുക. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ എന്നുള്ള ദാഹം. 3, കാത്തിരിക്കുക. 4, അതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ അധികമായി ദൈവശക്തി വ്യാപരിക്കട്ടെ. ലോകത്തിന്റെ ജ്യോതിസുകളായി, വെളിച്ചങ്ങളായി ഇവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് എനിക്ക് ഒരു നിയോഗം തരികയാണ്. നഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രയർ ലൈഫ് തിരിച്ചു പിടിക്കട്ടെ, റെസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. Hallelujah. That mighty rushing wind will come upon you right now, Lord.
Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise Him, adore Him, worship Him. Thank you, Jesus. Hallelujah. Hallelujah. We praise you, Lord. Hallelujah. We glorify Jesus. Hallelujah. Praise Him, adore Him, worship Him. Hallelujah. Come on, let us praise and praise. Come on, hallelujah. Glory, 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 glory. Worship ചെയ്താട്ടെ, കർത്താവിനെ ആരാധിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Thank you, Jesus. Hallelujah. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പ്രൈസ് ചെയ്യാൻ തുടങ്ങി. Hallelujah. Precious Holy Spirit. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മേളിൽ, ഉപവസിക്കുന്നവരുടെ മേളിൽ നിന്റെ പ്രത്യേകമായ ഗ്രേസ് ഈ സമയം വ്യാപരിക്കട്ടെ കർത്താവേ. അവരായിരിക്കുന്ന ഭവനങ്ങളിൽ, അവരായിരിക്കുന്ന റൂമുകളിൽ അവർ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവശക്തി അവരെ കവർ ചെയ്യട്ടെ. പ്രൈസ് ചെയ്തേ, ആദരങ്ങൾ തുറന്ന്. Hallelujah. Praise Him, Lord. Glory, 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 glory. Hallelujah, hallelujah. Jesus. Thank you, Lord. Thirst and hungerness. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാനുള്ളൊരു ദാഹവും, കൂടുതലായി വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കുവാനുമുള്ളൊരു വാഞ്ചയും അധികമായി വർദ്ധിച്ചു വരുമെങ്കിൽ ഡെഫിനറ്റ്ലി കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാൻ ഉറപ്പായും പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. You can't do that. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, I can do all things. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തോടുള്ള ഇൻറ്റിമസി നിങ്ങളിൽ വർദ്ധിക്കട്ടെ. കർത്താവിനുള്ള സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന വീടുകളിൽ ആ സാന്നിധ്യം നിറയട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവരായി നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാനും ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ കർത്താവിന് വേണ്ടി പ്രകാശിക്കാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പ്രിയ കർത്താവേ, ഈ നിമിഷം ആരൊക്കെ ദാഹത്തോടെ വാഞ്ചയോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടോണ്ടിരിക്കുന്നു, കാത്തിരിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന ദൈവകൃപ, കാത്തിരിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ അവരെ സ്പർശിക്കണമേ. പ്രാർത്ഥിക്കുവാനും നിന്റെ സന്നിധിയിൽ ഇരിപ്പാനും കൂടുതലായി നീ അവരെ ഉപയോഗിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ടും സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ.